Hello guys, welcome back to our YouTube channel. അപ്പോൾ guys, നമ്മൾ ഇന്നൊരു പുതിയൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്? ജേർണലിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. യെസ്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ, മറക്കരുതേ. പിന്നെ ഗൈസ് നമ്മൾ ഐറ്റംസ് കാണിച്ചു തരാം. ഐറ്റംസ് ഒക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, ഇനി അതിന് നേരം പോകണ്ടെന്ന് വെച്ചിട്ട് ഇതാണ് ബുക്ക്. അയ്യോ, ഞാൻ ചട്ട മാറ്റി വെച്ചതാണ് ഗൈസ്. സോറി, എന്നാ എൻ്റെ കാണിച്ചു കൊടുത്തു. ഞാൻ ചട്ട കെട്ടിട്ടു. ഇതാണ് നമ്മുടെ ബുക്ക്. രണ്ടുപേരും ഒരേ തന്നെയാണ് കേട്ടോ. അത് പിന്നെ അത്രയും കാണിച്ചതിൻ്റെ ആവശ്യമില്ല. ഇവിടെയൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ബാക്ക് ക്യാമറ ഇതിൽ എടുക്കാൻ പറ്റില്ല ഗൈസ്, അതാണ് അതിൻ്റെ പ്രശ്നം. ഇതാ ഞാൻ എൻ്റെ ബുക്ക് റെഡിയാക്കി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്നിട്ട് വീഡിയോയ്ക്ക് പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലെത്തിയാൽ ഈ സാധനങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളത് കളറിങ്ങിന് എടുത്തിട്ടുണ്ട്. കളറിങ്സ് ഒരുപാട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജേർണലിംഗ് സെറ്റ് ഉണ്ട്. പിന്നെ എന്താ ഗൈസ് മെയിൻ സാധനങ്ങൾ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ എന്താ ബട്ടർഫ്ലൈസിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഉണ്ണിക്ക് മീൻസ് ഇവർക്ക് അതിൻ്റെ പകരം എന്താ സ്മൈലീസ് ആണ് ഗൈസ്. ചിലതൊക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ സിസർ ഉണ്ട്, ഇൻസുലേഷൻ ടാപ്പ് ഉണ്ട്, ഗമ്മുണ്ട്. ഈ മൂന്നും നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല, ഷെയർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഗൈസ് അപ്പം എന്താ നമുക്ക് തുടങ്ങുമല്ലേ എന്നാ? ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെ ബോറടിപ്പിക്കണ്ട. അതന്നെ, പുറത്തെടുത്ത് വെക്കാം അല്ലേ? അത് തന്നെ എടുക്കാം അല്ലേ? പക്ഷെ ഫാൻറ്റ് ഉണ്ടേ പറക്കുമെന്ന്, അത്രയല്ലേ ഉള്ളൂ. ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട് കേട്ടോ സിസർ. അപ്പോൾ ഈ ബുക്കിൽ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഞാനത്. അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതന്നെ, അവളുടെ ഭംഗി ഉണ്ടാവില്ല ഗൈസ്, പക്ഷെ എൻ്റെ ഭംഗി ഉണ്ടാവില്ല. കാരണം എനിക്ക് അവളാണ് ജേർണലിംഗ് എന്താണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നത്. ഇതാട്ടോ, ഇതാണ് അടുത്തത്. വേറെ ഇല്ല കേട്ടോ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം ഗൈസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ജേർണൽ. പിന്നെ സെക്കൻഡ് വൺ വേറെ ചെയ്തിട്ടില്ല, വേറെ നമുക്കിപ്പോൾ ചെയ്യാം ഗൈസ്. ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഷീറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏത് ചെയ്യുന്നുള്ളൊരിതിലാണ്. പിന്നെ രണ്ടുപേർക്കും തന്നെ എടുക്കാം. പക്ഷെ ഞാൻ ഇതെന്താ സാധനം ആർക്കെങ്കിലും എനിക്ക് അറിയോ? ഇതെന്താ മഷ്റൂമോ? അത് പക്ഷെ മഷ്റൂം ഇതാ വേറെ ഒന്നുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പം എടുക്കാൻ പോണതുണ്ടോ? ഈ ഒരു ചെറിയ ഷീറ്റാണ്. ഇതൊക്കെ നല്ല ഇഷ്ടം. അത് എൻ്റെ ഇല്ല, പക്ഷെ ഞാൻ നോക്കി കണ്ടില്ല. അത് ഈ ഷീറ്റിലല്ല, മറ്റേ ചെറുതിലാ. നമുക്ക് അതിനെ പിടിക്കാം. നോക്കി നോക്കട്ടെ. കട്ട് ചെയ്തെടുക്കാം. രണ്ടുപേരും ഒരേ തന്നെ നമുക്കൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു ഷേപ്പ് വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ സിഗ്സാക്കത്തെ ഷേപ്പാണ് ഞാൻ വിചാരിച്ചത്. എന്തേ? അതന്നെ ഞാനും വിചാരിച്ചത്. അപ്പൊ എന്നാ ഞാൻ വേറെ അപ്പൊ ഞാൻ ആ ഷേപ്പിന് എടുക്കാം. കുഴപ്പമില്ല, അല്ലെങ്കിൽ വേണ്ട ഗൈസ്, വേറെ ആക്കാം. നീ എന്താ ചെയ്യണേ? ഞാൻ ഈ ട്രയാങ്കിൾ ആക്കിയത് 4 വേറെ ഒട്ടിക്കാണ്. ഓക്കെ, ഞാൻ വേറെ ഷേപ്പ് ആക്കാം. അതാണ് തീർന്നില്ലേ? അപ്പം എനിക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഞാൻ ഏതെടുക്കുന്ന. ഞാൻ 2 പീസ് എടുത്തു. ഞാൻ തീരുമാനിച്ച 4 എണ്ണം വേണ്ട ഗൈസ്. ഞാൻ 2 സൈഡിലോട്ട് ഇടുന്നു. ഗൈസ് ഞാനിപ്പോഴും ഏതാ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഗൈസ്. നമുക്ക് ഒട്ടിക്കാം. ഈ പശ വീണ്ടും കട്ടയാവുന്നുണ്ട് ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റെഡ് തീമുള്ള ഏതാ ചെയ്യേണ്ടത് കൺഫ്യൂഷൻ ആണ്. അതാണ് കാര്യം.
അതാണ് ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യണേ. കട്ടായോ? കട്ടായതല്ല, വരണില്ല, അത് ഉള്ളിൽ അടഞ്ഞെടുക്കുക. ഗൈസ് ഞാൻ തീരുമാനിച്ചു, ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഈർക്കലിട്ട് കുത്താൻ, എന്നാലേ തുറക്കുള്ളൂ. ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ടൊരു ലവ് ഷേപ്പ് അല്ല സിഗ്സാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഇവളത് ചെയ്യേണ്ടത് പറഞ്ഞു. പിന്നെ അവള് വേറെ ചെയ്ത്, പക്ഷെ ഞാൻ ഇതിൻ്റെ സിഗ്സാക്ക് തന്നെ ചെയ്യാം ഗൈസ്. എന്നാ പക്ഷെ വേണോ? വേണ്ടേ? ആ വേണം. എടുക്കെടുക്കെടുക്കെടുക്ക്. ഒരു മിനിറ്റ്. അടപ്പം മൊത്തം കൂട്ടി. ഇതിങ്ങനെ തുറന്നിട്ട് വേണം എടുക്കാൻ. മൊത്തം പശ ഉണ്ടായില്ലേ? ഇപ്പൊ എന്താ ചെയ്യാ? ഇങ്ങനെ അടച്ചു വെക്കാം. വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് ഈർക്കലിട്ട് കുത്തണം. കൊളായി. സാരില്ല, പുതിയ വെറൈറ്റി ആണ്. വെറൈറ്റി ഷേപ്പാണ്. അതെ, ഇതുവരെ ആരും കണ്ടുപിടിക്കാത്തൊരു ഷേപ്പ്. ഇത് എന്തോ മാതിരിക്ക് തോന്നുന്നു. മൊത്താക്കരുത്, കുറച്ചാക്കിയാൽ മതി. ഞാൻ മൊത്താക്കും. ഇല്ല, വേറെ ആക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ചാക്കിയാൽ മതി. ഓക്കെ. അല്ല, സത്യം എന്ന് പറഞ്ഞതാ. ചെവി കേട്ടില്ലല്ലോ. ഗൈസ് ഫസ്റ്റിന്റെ കൊളായി. ഇതെന്താ എലി കടിച്ചു വെച്ചാൽ മതി. രണ്ടും കൂടി ഒട്ടിപ്പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നല്ല കുഴപ്പമുണ്ട് കേട്ടോ. അയ്യോ, ഞാനിപ്പോ ഈ ബാക്ക് സൈഡാണല്ലോ കാട്ടണേ. കണ്ടോ? ഫ്രണ്ട് സൈഡ് ചേച്ചിക്ക് കാണാറാണ്. അതിന് ഫ്രണ്ട് സൈഡ് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? ഇവിടെ പറഞ്ഞിട്ട് എന്നെ കൂടി കൺഫ്യൂഷൻ ആക്കി. അടുത്തതാക്കിക്കോ. ഒട്ടിക്ക് നല്ലതാ. ഇത്രയൊക്കെ പശ നല്ലതാ. പശ മൊത്താക്കി വെച്ച് ഇനി അത് നനഞ്ഞ് പിണ്ടിയായി. സാരില്ല, നന്നായി ഒട്ടിങ്ങി. ഈ ജന്മത്ത് പോരില്ല. അത്രയ്ക്കുള്ള പശ ആക്കിയുണ്ട്. ഗൈസ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. കണ്ടോ? അതെന്താ കാര്യം എന്നറിയോ? ഇത് അടഞ്ഞിണ്ട്. അപ്പൊ ഞാൻ തുറന്നെടുത്തപ്പോ അയ്യോ, എന്റെ ബുക്കിൽ നിറച്ച് പശയായി. ശരിക്കും ഞങ്ങൾ എങ്ങനെ ചെയ്യാന്നറിയോ? ഒരു തുള്ളി എടുക്കുള്ളൂ തീരാതിരിക്കാൻ. നല്ല കാര്യമാണ്. ഞാൻ സത്യമായിട്ടോ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് എടുക്കുള്ളൂ. ഇത് ഇന്നാണ് അടഞ്ഞത്. ഞങ്ങളിപ്പോൾ എടുക്കുമ്പോഴാണ് അറിയണത്. അതെ. ഇനി ഈർക്കലിട്ട് കുത്തണം. ഒട്ടണില്ല അധികം പശയായിട്ട്. ഇതുണ്ടോ? ഇതിൽ അധികമില്ല. അതിൻ്റെ അത്ര ഇല്ല. ഇതിലതിൻ്റെ അത്ര ഇല്ല, അതുകൊണ്ട് ബാക്കി. അപ്പൊ ഇന്റെ ഒന്ന് നോക്ക്. ഞാൻ ഇതിലേക്ക് അവളുടെ നിറച്ചുണ്ട് കേട്ടോ. ഇതാണ്ട് ഒരെണ്ണത്തിലേ ഉള്ളൂ. മറ്റേക്കാക്കാലോ. രണ്ടെണ്ണല്ലേ? ഒരെണ്ണത്തിൽ ഇതിനും കൂടുതലുണ്ടായിരുന്നതാണ്. എന്നിട്ട് അത് മൊത്തം എൻ്റെ എനിക്ക് കൂട്ടി. ആരുടെ ഭംഗി നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അതെ, ആണോ? അതിന്റെ മിക്കവാറും ഇവളുടെ ആയിരിക്കും ഗൈസ് ഭംഗി. ഗൈസ് അപ്പം ഇനി ഞാൻ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെതാ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ അയ്യോ ഷേപ്പ് മാറിപ്പോയി. ഇവിടെ ഇങ്ങനെ നമുക്ക് മറ്റെന്തായിരുന്നു ഇതിൻ്റെ പേര്? ജിഗ്സാക്കല്ല, ഈ സാധനത്തിൻ്റെ പേര് വാഷിംഗ് ടാപ്പോ? വാഷിംഗ് ടാപ്പ് ഒട്ടിക്കാം ഗൈസ്. നമുക്ക് അറിയുന്ന പേരായിരിക്കും. അത് ചിലവർക്കുള്ള പ്രശ്നമാണ്. എന്താ അറിയോ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ മറന്നു. ഇതിന്റെ അതേ ഡിസൈൻ കിട്ടി. അത് ശരിയാണല്ലോ. തുമ്പിയൊക്കെ ഉണ്ട് ഗൈസ് ഇതില്. ഞങ്ങൾ അത് നോക്കിയിട്ടല്ല കേട്ടോ എടുത്തത്. എന്ത് ചെയ്യാനാ? രണ്ടുപേരും ഒരേ പേപ്പറാ? അങ്ങനെ തന്നെ വേണം കേട്ടോ. ഒരേ പേപ്പറാ, അങ്ങനെ തന്നെ വേണം. ഇതാട്ടോ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. എന്റെ കണ്ണ് പോകും. എന്താ ഇവിടെ അവിടെയും ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കിൽ ചില പ്രിപ്പറേഷൻസ് ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിഗ്സാക്കിൽ കട്ട് ചെയ്യാം, ആ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. പേജ് ഒട്ടിപ്പിടിച്ച്. നല്ല കാര്യം കേട്ടോ. എൻ്റെയും പൊട്ടിപ്പിടിക്കും വയ്ക്കും. അപ്പോഴേക്കും ഞാനത് പുറകേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് ഞാൻ ആലോചിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ചെയ്യാം. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഈ വാഷിംഗ് ടാപ്പ് ഒട്ടിക്കാൻ പറ്റുന്നില്ല. ഈ ഷീറ്റിൽ നിന്ന് ഒരു ചതുരത്തിൽ മുറിച്ചെടുക്കുക. ചതുരക്കട്ട. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്താ ചെയ്യുന്നത്. ആ സിസറൊന്നും
തരാമോ? ഗൈസ് ഇതിൽ മറ്റേ ഈ മ്യൂസിക്കിൻ്റെ ട്യൂണിലുള്ള ആ ഷേപ്പൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആയിട്ട് ആ സാധനം ഉണ്ട് കേട്ടോ ഇതിൽ. അത് ഇങ്ങനെ വരവരയിലാണ്. അത് ഒട്ടിച്ച് കഴിഞ്ഞു ഗൈസ്, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റാത്ത. ഞാൻ സ്ക്വയറിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരുമായിരുന്നു. സ്ക്വയറായി അത് ഒട്ടിച്ച് പോയി. ഒട്ടിച്ചതിന് ശേഷം ഇതാ കിട്ടി കിട്ടി കിട്ടി. ഇതുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂസിക്കിൻ്റെ ഇത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താ പറയുക, ഇങ്ങനെ കാട്ടുമ്പോൾ തല ഇരുന്നിട്ട് കാണുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും. അതാണ് കാര്യം. അയ്യോ സ്പർശയെ കയ്യിൽ നിറച്ചു എൻ്റെ കയ്യിൽ. നമുക്ക് ഇത് ഒട്ടിക്കാം. ഇനി ആദ്യം ബസ് ഇത് ഒട്ടിച്ചിട്ട് ശരിയാവണില്ല. എന്താ ഇതിങ്ങനെ? ചേച്ചി വല്ലതും ഒട്ടിക്കാനുള്ള എടുത്ത് വെച്ചിട്ടോ. ഞാൻ വീണ്ടും പശ തുറക്കാൻ പോവാണ്. ഇൻസുലേഷൻ ടേപ്പ് എടുത്താൽ നല്ലത്, പശുവിനെക്കാട്ട് നല്ലതാണത്. ഗൈസ് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ മറ്റേ പാഷൻ ടാപ്പ് ഒട്ടിക്കണ്ട, അതുകൊണ്ട് പിന്നെ ഇൻസുലേഷൻ ടാപ്പ് ഇട്ടു. ഇനി ഇവിടെ വെറുതെ ഇല്ലല്ലോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എടുക്കണമല്ലോ. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് വലിയ കാര്യമില്ല. സീസർ ഇത്ര നേരം ഞാൻ ഒട്ടിച്ചപ്പോൾ ശരിയില്ല. ഇവള് സീസർ എടുത്തും എൻ്റെ ശരിയായി. ഇത്തിരി നേരത്തെ സീസറിൽ അതന്നെ ഗൈസ്. അപ്പം ഞാൻ ഇത്രയും ഒട്ടിച്ചിട്ടുണ്ട്, ഇത്രയും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഈ ഒരു പോർഷനും കൂടി നമുക്ക് ഒട്ടിക്കാം. ഹായ്, അത് ഒറ്റയടിക്ക് റെഡിയായി. ഞാൻ സിസ്റ്റർ എടുത്തപ്പോൾ എല്ലാത്തിനും സമാധാനമായി തോന്നുന്നു. സത്യം. അയ്യോ, ഇപ്പം ഞാൻ പേജ് വെട്ടിക്കളഞ്ഞേനെ വാഷിംഗ് ടാപ്പിൻ്റെ പകരം. എന്താ ചെയ്യുക, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. എന്ത് അത് ഇതോ? അപ്പം ഞാൻ വാഷിംഗ് ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കാം. ഇതാണിപ്പോൾ ഞാൻ ചെയ്യാൻ നടുവിൽ ചതുരം ഒട്ടിച്ചത്. അതിനാണ് ഇത് വല്ലാത്തൊരു മനപ്പുരത്തായി പോയിട്ടോ. ഇവിടെ ചതുരത്തിലല്ലേ എഴുതുന്നത്, ഞാൻ ട്രയാങ്കിളിൽ എഴുതാന്ന്. വലിയ വ്യത്യാസം. അതും ഒരേ ഷീറ്റ് എടുത്ത ആൾക്കാരാണ്. അതല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാം. ഞാൻ പശനെ എടുക്കാൻ പോവാം. എനിക്ക് വേണ്ടോ പക്ഷേ എൻ്റെ ആവശ്യം. ഇനി ഞാൻ ഈ സ്റ്റിക്കർ ശരിക്കും ചാനൽ ചെയ്യുമ്പോൾ പശ കേട്ടോ നല്ലത്. ഇത് അറ്റം എവിടെ പോയി കിടക്കുക? ഇങ്ങോട്ട് കാട്ടിക്കാൻ ഞാൻ എടുത്തുതരാം. കിട്ടി ഗൈസ്, കിട്ടി. കിട്ടി. അങ്ങനെ പിടിക്കട്ടോ, ഞാൻ കട്ട് ചെയ്യട്ടെ. ഇത്തിരിയും കൂടി വലുപ്പത്തിൽ. എനിക്ക് രണ്ട് സൈഡിക്കുള്ളതാണ്. എൻ്റെ കൈ 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 മുറിച്ചു. കയ്യിന് ഇഷ്ടമായി. കത്രികയ്ക്കോ? അതെ അതെ അതെ, അത് ഞാൻ പറയാൻ പോകുന്നു. നല്ല കാര്യം ഗൈസ്. നിങ്ങൾക്ക് ഈ അടിയിലിരിക്കുന്ന ഐറ്റംസ് ഒന്നും കാണാൻ അത് അങ്ങനെ പറ്റുള്ളൂ ഗൈസ്. ഞങ്ങൾ ചെയ്തിട്ട് കാണിച്ചു തരട്ടോ ഓരോന്ന് ഒട്ടിക്കുമ്പോഴൊക്കെ. അത് അങ്ങനെ പറ്റുന്നുള്ളൂ. ഇനി നമുക്ക് നടുവിൽ എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. ഓക്കെ, ഞാൻ ചേച്ചി പറയാൻ പോയത് പറഞ്ഞതേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ ഗൈസ്. ഞാൻ ഈ ഷീറ്റ് എടുത്തത് ബ്രൗൺ ആണ്. സോ ഞാൻ ബ്രൗൺ ആണ് വാഷിംഗ് ടൈപ്പ് ഒട്ടിക്കാൻ പോകുന്നത്. കാര്യമായിട്ട് എന്തായിരുന്നു വായിക്കുന്നത്? ഞാൻ ഈ സാധനങ്ങൾ വായിച്ചിട്ട് ഏത് കാണുന്നില്ലെന്ന് നോക്കുകയായിരുന്നു ഗൈസ്. അപ്പം അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. സോ അത് പോട്ടെ ഗൈസ്. ബ്രൗണിൽ ബ്രൗൺ ആകുമ്പോൾ ഒട്ടിച്ചത് അറിയില്ല ഗൈസ്. സോ നമ്മൾ പൂക്കളിൻ്റെ എടുക്കണം. ആ വാഷിംഗ് ടേപ്പ് തന്നെ ഞാൻ എടുത്തിട്ട്. ഇല്ല, ഞാൻ പൂക്കളുടെ എടുക്കാൻ പോകുന്നു. ഇതല്ല, ഈ വാഷിംഗ് ടേപ്പ് തന്നെ എടുത്തേക്കണേ. അത് ശരിക്കും ബ്രൗൺ ഒട്ടിച്ചാലാ രസം. ഞാനിത് ഒട്ടിച്ച്. ഇനിയിപ്പോൾ സാരമില്ല, വല്ലാത്തൊരു മനപ്പ്. എന്തോ നല്ലത്. ഇതിനിത് നല്ല രസമുണ്ട്. ഞാൻ ഇത് തന്നെ ഒട്ടിക്കാം. കാരണം ഞാൻ ആ
പേജ് എടുത്തിട്ടുണ്ട്. ഇല്ല, അതിൻ്റെ ഇതിൻ്റെ മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം കേട്ടോ. ഗൈസ് ഞാൻ അവസാനം വീണ്ടും തലരിച്ചോ? ഗൈസ് ഞാൻ അവസാനം അയ്യോ ഇതെന്താണിത്, ഇത് ഒട്ടിക്കാൻ വിചാരിച്ചു. ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഗുഡ് ലവ്സ് മേക്സ് യു സീ ദി ഹോൾ വേൾഡ് ഫ്രം വൺ പേഴ്സൺ. അതാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. ആരെങ്കിലും ഈ ചാനലിൽ സെറ്റ് തന്നെ പീച്ച് കളറുള്ള മേടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് അതിൻ്റെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ വീഡിയോയിലൊക്കെ വിളിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഫേമസ് ആകും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഗൈസ് ഇതിപ്പോൾ ഒട്ടിച്ചത് വെറുതെ ഒന്നും കാണാനില്ല. ഗൈസ് അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഒരു വലിയൊരു ഷേപ്പ് എടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. റെക്ടാങ്കിൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അത് ചെരിച്ചൊട്ടിക്കും. എന്നിട്ട് ചെരിച്ച് ഞാൻ ഇതിലൊട്ടിക്കും. അപ്പം ഞാൻ തൽക്കാലം എൻ്റെ ബോക്സിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ചിട്ട് എൻ്റെ കാര്യം ഇതൊരു ഷേപ്പില്ല ഗൈസ്. നമുക്കൊരു ഷേപ്പ് ആക്കണം കേട്ടോ. ഗൈസ് ഞാൻ ഈ ഷീറ്റ് വീണ്ടും തിരിച്ചു കാണിച്ചു. ഈ ഷീറ്റിലാണ് ഞാൻ റെക്ടാങ്കിൾ എടുക്കാൻ പോകുന്നത്. ആ സിസർ തന്നാൽ നന്നായിരുന്നു. അവളെന്തോ കാര്യമായി ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതിന് ശേഷം കാണിച്ചു തരാം നിങ്ങൾക്ക്. അവൾ സിസർ തരുന്നവരെ ഞാൻ അവളുടെ വായ നോക്കിയിട്ട്. താങ്ക് യു സോ മച്ച്. ഗൈസിൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. ഞാൻ എന്താ പറയുക, വാഷിംഗ് ടേപ്പ് ഒട്ടിച്ചത് ഷേപ്പ് ശരിയല്ല, ഷേപ്പ് ശരിയാക്കുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വാഷിംഗ് ടേപ്പ് ഒട്ടിച്ചത് കാണിച്ചു തരാം. ഗൈസ് ഞാൻ ഇത്ര പോകുന്ന ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ തല തിരിക്കാണ്ട് കാണിച്ചാണ്. ഗൈസിൻ്റെ ബോക്സ് പച്ച കളറാണ് ഗൈസ്. എൻ്റെ ബോക്സിൽ ഒട്ടിച്ചപ്പോൾ ഈ സ്റ്റിക്കർ മൊത്തം പച്ച കളറായി. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ പച്ച പെയിൻറ്റ് വന്നു. ഗൈസ് ഞാൻ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. കാണാനുണ്ടോ? ഞാൻ എനിക്ക് കാണാനുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കും. ഇതാ ഞാൻ ഇതിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട്. എവിടെ ഗമ്മു ഗമ്മു കാണുമല്ലേ? വേണ്ട, ശരിയാ ഇപ്പൊക്ക് വേണ്ട കേട്ടോ. ഫുള്ള് തിരിച്ചിരിക്കല്ലേ. ഞാൻ എന്തോ ഇത് തോട്ട ശരിയായി. അവിടെ ഒരു തുള്ളി ഗമ്മു പോലും ഇപ്പൊ കാണാനില്ല. മോഷണം കേസ്, മോഷണം. അതന്നെ, ആരോ ഗമ്മു മോഷ്ടിച്ച്. ഞാനല്ല, ഡെയിലി ഈർക്കലൊന്നും ഇല്ല കുത്താൻ. നമുക്ക് എളുപ്പപ്പണിയായി. എന്തായാലും വരുന്നുണ്ടോ? കാര്യമില്ല, ബീച്ചിട്ട് വരുന്നില്ല. എന്തോ ഒരു കഷ്ടാണേ. ഉള്ളിൽ കാറ്റ് കിടന്നിട്ടുണ്ട്. അതേക്ക് തുള്ളി ഗമ്മു മതി കേട്ടോ. ഉള്ള ഗമ്മു മൊത്തം ഇട്ടേക്കരുത്. അവള് ഉണ്ട് ഇങ്ങനെ വരണില്ല. ബെഡിക്ക് വീണാൻ ശരിയാണ്. അയ്യോ ഞാൻ തുറക്കുന്നില്ല, ഫുള്ള് വീണ്. ഞാൻ അവൾ എന്നെ കുടുക്കിയിട്ട് അത്ഭുതം ഒന്നുമില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് വീണ്ടും ഗമ്മു വന്നു. ബീച്ചിട്ടും വരുന്നില്ല. ഇല്ല ഗൈസ്, കുട്ടിയിട്ടും ബീച്ചിട്ടും വരുന്നില്ല. തുറന്നിട്ടു ഗൈസ്. ഞാൻ ഇത് സിസർ എവിടെ? സിസർ വെച്ച് കുത്തി നോക്കട്ടെ. സീസറോ? ഈ സീസറിൽ ഗമ്മാക്കി ഗൈസ്. ഗൈസ് സിസർ വെച്ചിട്ട് ഞാൻ കുത്തി നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെട്ടെന്ന് എന്താ ഇങ്ങനെയായത്? അതന്നെ അത് ശരിയല്ല. ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആയത്. അതിന്റെ ശബ്ദമാണ് ഇപ്പൊ കേട്ടത് കേട്ടോ. ഞാൻ വല്ല സ്റ്റിക്കർ എടുത്തതാ വിചാരിച്ചു. അങ്ങനത്തെ ശബ്ദം ഗൈസ്. ഞാൻ നോക്കുമ്പോണ്ട് ഗമ്മ ചീറ്റിയേക്കുക. ഫൈനലി അതവിടെ ഓട്ടയിൽ കുടുങ്ങിയിരിക്കുന്നുണ്ട്. നോക്കി നോക്കട്ടെ കിട്ടുമോ. കിട്ടുന്നുണ്ട്, കണ്ടോ?
ഫൈനലി ഞാൻ ശരിയാക്കി ഗൈസ്, ഞാൻ ശരിയാക്കി ഗമ്മ്. ഇപ്പൊ വീണ്ടും കിട്ടാണ്ടേ ഗൈസ്. ഈ ഗമ്മ് കളിക്കാണ്. ഈ ഗമ്മ് കിട്ടാണ്ടിരിക്കും, കിട്ടാണ്ടിരിക്കും. കിട്ടി, ഒരു വലിയ കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മതിയായി ഉണ്ടാവും. മതിയായി, ഇനി വേണ്ട. പക്ഷെ ഒരു തുള്ളിയും കൂടി വേണമെങ്കിൽ എന്നാ വേണ്ട. അങ്ങനെയുണ്ട്. അയ്യോ ഗമ്മ, ഞാൻ കൊല്ലും. ഗമ്മ് കഴിഞ്ഞോ? വേണോ? എനിക്ക് വേണ്ട. ഗമ്മ് കഴിഞ്ഞോന്നാണോ ചോദിക്കുന്നത്? എന്റെ ബുക്കിൽ ഗമ്മായി. ഞാൻ ബുക്ക് ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ. അയ്യോ ഗമ്മിന്റെ കുമാരൻ വരണോ? ഇത്ര നേരം ഗമ്മില്ല, എനിക്ക് സങ്കടമായിരുന്നു. അതന്നെ. എപ്പോഴും ഞാൻ ഗമ്മിന്റെ വർത്താനം സംസാരിച്ചു. ഗായ്സിനെ പറഞ്ഞു ഗൈസ്, ഗമ്മ് ഇപ്പൊ ഒഴുകി വരികയാണ് ഗൈസ്, നിക്കാണ്ട്. ആ ഗമ്മ അവിടെ ഇട്ടിട്ട് ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു. ടാപ്പ് രസമില്ലാന്ന് ജേർണലിന് അവളെന്നെ പറയും. എന്നിട്ട് അവളെന്നെ പറയും ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു. ഇന്നെ ടാപ്പ് കൊണ്ട് ഒട്ടിപ്പിച്ച ആളാണ് ഈ പറയുന്നത്. ഗൈസ്, അത്യാവശ്യത്തിന് കൂടുതൽ ഗമ്മ് കിട്ടിയിട്ടുണ്ട്. ഇനി നിനക്ക് വേണോ? ഉണ്ട്. ഇതിപ്പോ ഇനി ഇവിടെ വെച്ചാൽ പോയാൽ പിന്നെ എൻ്റെ പേരില്ല. അത് അടച്ചിട്ട് വെക്കി. ഞാൻ എൻ്റെ പൗച്ചിൻ്റെ അകത്തിട്ടാലോ? എന്നിട്ട് പൗച്ച് എനിക്ക് പൗച്ചുണ്ട്, ബോക്സും ഉണ്ട്, ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ എല്ലാം കേട് വന്നത് മാത്രമേ. നല്ലതുണ്ട് ഗൈസ്, എന്നിട്ട് എടുക്കാത്ത. അമ്മ ചോദിച്ചു എത്ര പെട്ടെന്ന് തന്നെ പുതിയ വാങ്ങി തരും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ സന്തോഷത്തിലേക്ക് വേറെ പുതിയതിപ്പോൾ മേടിച്ചിട്ടായിരിക്കും. യെസ്, പുതിയത് വാങ്ങി തരുന്നല്ലേ, വാങ്ങി തന്നു ഗൈസ്. അത് എനിക്കിഷ്ടമുള്ള ഡിസൈൻ, എനിക്കിഷ്ടമുള്ള കളറിൽ തന്നെ വാങ്ങി തന്നു. ഞാനിവിടെ പെയിന്റ് ഒട്ടിക്കട്ടെ. അയ്യോ ഫോണ് കൊല്ലുന്നു. ഭൂമി കൊടുക്കണം ഗൈസ്. ഞാനിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു ചേരിച്ചിട്ട് ഒട്ടിച്ചു കേട്ടോ ഗൈസ്, അല്ലാണ്ട് ഉള്ളിൽ. പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാത്തൊരു വെറൈറ്റി, എപ്പോഴും വെറൈറ്റി ആയിട്ട് വെറൈറ്റിയോട് വെറൈറ്റി. അതെന്നെ കളിയാക്കിയതല്ലേ? പെൺകുട്ടി ഇവിടെ വന്നപ്പോൾ നല്ല രസം. ഇനി ഗൈസ്, ഞാൻ ഈ രണ്ട് സൈഡിലും ബട്ടർഫ്ലൈസ് ഒട്ടിക്കും. ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈസ് ഞാൻ കാണിച്ചു തരട്ടെ. വരച്ചത് ഇതാ, ഞാനിവിടെ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കളർ വൈറ്റ് ആണ്, അപ്പോൾ ഇതും വൈറ്റ് ആണ്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ലേ? പറഞ്ഞോളൂ കണ്ടിട്ട്. ഇവിടെ ബ്രൗൺ ആണ്, അപ്പോൾ ഇവിടെ വൈറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണും. ഇവിടെ വൈറ്റ് ആകുമ്പോൾ ഇവിടെ ബ്രൗൺ ഒട്ടിക്കുക. പിന്നെ ഇവിടെ ഒരു ഗേളിനെ കവായി സ്റ്റിക്കറിന്ന് ഒട്ടിച്ചിട്ടുണ്ട്. 22 മിനിറ്റ് കഴിയാറായി. പാവട്ടോ 23. ഗൈസ്, എൻ്റെ കഴിഞ്ഞു ഇതുവരെ, അതിൻ്റെ കഴിഞ്ഞിട്ടില്ല. ഗൈസ്, എനിക്കൊരു ബട്ടർഫ്ലൈ കൂടി ഒട്ടിച്ച ഫൈനലി റെഡി. അയ്യോ, അല്ലെങ്കിൽ ഞാനും കൂടി ഒന്ന് ഒട്ടിക്കാം കേട്ടോ. ഇത് ഒട്ടിച്ചാലും ശരിയാവും ഗൈസ്. എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഫൈനലി. ഇതാ ഗൈസ്, ഇതാണ് എൻ്റെ ലുക്ക്. ഇതിൻ്റെ ലുക്ക് ഇപ്പോൾ കാണിച്ചത് ഗൈസ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഏറ്റവും കൂടുതൽ ആരുടെയാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഞാൻ ഇതെടുത്തേക്കട്ടെ, ബട്ടർഫ്ലൈസിൻ്റെ എടുത്തേക്കെ. ഇത് കിട്ടുന്നുണ്ട്. അവളുടെ വരുമ്പോഴേക്കും നമുക്ക് എടുത്തേക്കാം. ഇതാട്ടോ ഇന്ത്യ ഫൈനലി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ ഞാനിത് ഫൈനലി ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. തല കഴിഞ്ഞിട്ട് എനിക്ക് കാണുള്ളൂ. 30 കേട്ടോ. അതുകൊണ്ട് 03 എന്ന് എനിക്ക് കാണുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. ആദ്യമാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നീ എൻ്റെ വേല വെക്കും. വേറെ പേജിലാണ് ചെയ്തേക്കണ്. പറയണേ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ഇതുവരെ എത്ര പെട്ടെന്ന് തന്നെ വരും. അതുവരെ ദിസ് ഇസ് ചൈത്ര. ദിസ് ഇസ് ചാത്രിക. ബൈ.